കൈത്താക്കാലം 4-ാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മർത്തായും മറിയവും. സ്ത്രീകൾക്കേറെ സ്വാതന്ത്ര്യമൊന്നും കൽപ്പിക്കാത്ത ഒന്നാണ് യഹൂദ സമുദായം. കർശന ആചാരമുണ്ടായിരുന്ന ഒരു കാലത്ത് വീട്ടിലുണ്ടായിരുന്ന ആൺതരി തൻ്റെ ഏക സഹോദരൻ ലാസർ മരിച്ചിട്ട് വെറും 4 ദിവസമായപ്പോഴേക്കും യഹൂദ സമ്പ്രദായമൊക്കെ മറന്ന്, കഠിന വിലാപത്തിൻ്റെ ദിനങ്ങളാണെന്ന് മറന്ന് ഗ്രാമത്തിന് വെളിയിലെത്തിയിരുന്ന യേശുവിനെ തേടി മർത്ത പോകുന്നു എന്നത് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ്. മാത്രമല്ല, തിരിച്ചു വന്ന് എൻ്റെ സഹോദരി മറിയത്തെയും ഗ്രാമത്തിന് വെളിയിൽ കാത്തു നിൽക്കുന്ന യേശുവിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. യേശുവിൻ്റെ അരികിലെത്തിയ മർത്തായെ ലോകപണ്ഡിതന്മാർ പോലും ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും നീ ഇത് വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ച് വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. വചനങ്ങളെക്കുറിച്ച് എത്രയേറെ വ്യാഖ്യാനങ്ങളും അറിവുകളുമാണ് ഇന്ന് നമുക്ക് ചുറ്റും ലഭിക്കുക. എന്നാൽ അറിവുണ്ടോ എന്നല്ല, നീ ഇത് വിശ്വസിക്കുന്നു എന്നാണ് മർത്തായിലൂടെ വിശ്വാസ സമൂഹത്തോട് യേശു ചോദിക്കുന്നത്. കേൾക്കുന്ന വചനവും വായിക്കുന്ന വചനവും വിശ്വാസവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് വെറും പാഴ്സമയമാണ്, നിരർത്ഥകവുമാണ്. മുളയ്ക്കാത്ത വിത്താണ്, മുളച്ചാലും വളരാത്ത വിത്താണ്. വചനം വായിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തതുമാണ് ഇന്നത്തെ ക്രിസ്തീയ സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളി. യേശുവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണം ഇല്ലാത്ത സമൂഹമായി തീർന്നിരിക്കുന്നു നാം. ഇന്നത്തെ സുവിശേഷത്തിലെ മറിയം സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. മർത്ത പലവിധ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നപ്പോൾ അവൻ്റെ പദാന്തികത്തിലിരുന്ന മറിയത്തെ നാം കാണുന്നുണ്ട്. രണ്ടാമതായി, ഇന്നത്തെ സുവിശേഷത്തിലും യേശുവിൻ്റെ കണ്ടതും അവൻ്റെ പാദാന്തികത്തിൽ സാഷ്ടാംഗം വീഴുന്ന മറിയത്തെ നാം കാണുന്നു. മറ്റൊരിക്കൽ അവൻ്റെ പാദത്തിൽ വിലയേറിയ സുഗന്ധതൈലം പൂശുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുന്ന മറിയത്തെ നാം കാണുന്നു. അവസാനം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ സ്ഥലകാലബോധം മറന്ന മറിയത്തെ എന്നെ സ്പർശിക്കരുത് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഭാഗവുമൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ഉന്നതമായ പ്രകടനമായിട്ട് നമുക്ക് കാണാം. എപ്പോഴും പദാന്തികത്തിലിരുന്ന യേശുവിനെ ധ്യാനിക്കുന്ന മറിയം സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉദാത്ത മാതൃകയാണ്.